ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം. അപ്പൊ എനിവേ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം സൗണ്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് മക്കളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് സൗണ്ട്, സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ് സൗണ്ട്, സൗണ്ടിന് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ സൗണ്ടിന്റെ ആ എന്തൊക്കെ കാര്യങ്ങളാണ് സൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടത്. അപ്പൊ പ്രധാനമായും എന്റെ മക്കൾ എന്ത് ചെയ്യണം, 2 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അതായത് എനർജിയുടെ ഒരു ഫോം ആണ് സൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് എനർജി പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി, അങ്ങനെ പല ഫോം ഓഫ് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഫോം ഓഫ് എനർജിയാണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സൗണ്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയർ. അതായത് നമുക്ക് കേൾവി സാധ്യമാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ടു പ്രൊഡ്യൂസ് എ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയർ. അപ്പൊ 2 പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിലുടനീളം നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ട്യൂണിംഗ് ഫോർക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി ഒരു ട്യൂണിംഗ് ഫോർക്ക് ചെവിയുടെ അടുത്ത് വെച്ചാൽ നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല. അതേസമയം ആ ഒരു ട്യൂണിംഗ് ഫോർക്ക് ജസ്റ്റ് ഒരു റബ്ബർ പാഡിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടേബിളിലോ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചെവിയിൽ വെച്ചാൽ നമുക്ക് എന്ത് കേൾക്കാനായിട്ട് പറ്റും, സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഇരുന്ന ട്യൂണിംഗ് ഫോർക്കും സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ട്യൂണിംഗ് ഫോർക്കും തമ്മിൽ എന്ത് വ്യത്യാസമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക? അതാണ് നമ്മൾ പല എക്സ്പെരിമെന്റിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ 2 ചിത്രങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ ചിത്രത്തിലും രണ്ടാമത്തെ ചിത്രത്തിലും ഒരു ബീക്കറിൽ നിറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ബീക്കറിലെ വെള്ളത്തിനകത്തേക്ക് നമ്മൾ വൺ ഓഫ് ദി പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്കാണ് നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ആ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഏതെങ്കിലും ഒരു പ്രോങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നത്. അങ്ങനെ ടച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, അതിലെ വാട്ടർ സർഫസ് പുറത്തോട്ട് സ്പ്രേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ബി എന്ന് പറയുന്ന ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് അവിടെ 2 പ്രോങ്ങും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു വാട്ടർ സർഫസിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വാട്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പൊ സ്വാഭാവികമായി എന്ത് സംഭവിക്കും, ആദ്യത്തേനേക്കാളും കുറച്ചധികമായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് കുറച്ചധികം സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ആ ഒരു പ്രോങ്സിൽ അവിടെ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ പ്രോങ്സിൽ ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് പ്രൊഡ്യൂസർ സൗണ്ട്. അപ്പൊ എന്താണ് വൈബ്രേഷൻ എന്ന് നമുക്കറിയണം. വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് റാപ്പിഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. നോർമൽ, അതായത് സാധാരണഗതിയിൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിൽ നമ്മൾ അതിന് ഓസിലേഷൻ എന്നാണ് പറയുന്നത്. അത് പക്ഷേ വളരെ റാപ്പിഡ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണെങ്കിലാണ് നമ്മളത് വൈബ്രേഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഓസിലേഷന്റെ എണ്ണം പറയാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 3 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വൈബ്രേഷൻ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഫാസ്റ്റിൽ നടക്കുന്ന ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും സൗണ്ട് എന്താണ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു. ഇനി സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. നോർമലി ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് മറ്റുള്ളവരുടെ ചെവിയിൽ എത്തണമെങ്കിൽ എയറിലൂടെയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മീഡിയം ആവശ്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇതാണ് നമ്മുടെ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റിന് വൈബ്രേഷൻ സംഭവിക്കുന്നു. അപ്പൊ അത് സൂചിപ്പിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ ഇവിടെ ഇട്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ചെവി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് മക്കളൊന്ന് നോക്കിക്കുക. അതിനുവേണ്ടി നമ്മൾ ഇതാ കുറച്ച് മോളിക്യൂൾസ്, കുറച്ച് എയർ മോളിക്യൂൾസ്, എയർ പാർട്ടിക്കിൾസ് ഇവിടെ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഒബ്ജക്റ്റിനും വൈബ്രേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് അതുമായിട്ട് ഏറ്റവും ആദ്യം കോണ്ടാക്റ്റിൽ വരുന്ന അതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനും എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് കിട്ടിയ ആ ഒരു ഡിസ്റ്റർബൻസ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മീഡിയത്തിലെ എല്ലാ മോളിക്യൂൾസിലൂടെയും ട്രാവൽ ചെയ്തിട്ടാണ് ഏറ്റവും അവസാനം നമ്മുടെ ചെവിയിലെത്തുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ഡിസ്റ്റർബൻസിനാണ് ഇവിടെ മൂവ്മെന്റ് സംഭവിക്കുന്നത്, അല്ലാതെ ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. അപ്പൊ ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്, അല്ലാതെ മോളിക്യൂൾസ് അല്ലാതെ പാർട്ടിക്കിൾസ് അല്ല
എന്ന് മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ അതായത് ആ ഒരു ഡിസ്റ്റർബൻസിന്റെ ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, പക്ഷെ ആക്ച്വൽ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നില്ല. അത്തരത്തിലുള്ള ആ ഒരു മോഷനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള വേവ് മോഷൻ ആണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് നമ്മുടെ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ചെവി. അപ്പൊ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിൽ നിന്നും നമ്മുടെ സൗണ്ട് ഇതാണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് എന്റെ മക്കൾ വിചാരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്. പാർട്ടിക്കിൾസ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്, ഇതാ അതിന് പാരലൽ ആയിട്ട് തന്നെയാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓരോ പാർട്ടിക്കിൾസിനും കിട്ടുന്ന ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നതും നമ്മുടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി വേവിന് പാരലൽ ആയിട്ടാണ്. അപ്പൊ ഇത് രണ്ടും പാരലൽ ഏതൊക്കെയാണ്, ഒന്ന് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവും, രണ്ടാമത്തത് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസും. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വേവിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. അപ്പം സൗണ്ടിന്റെ കേസിൽ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ് ആണെന്നും വേവ് ഹോമിലാണ് അത് ട്രാവൽ ചെയ്യുന്നതെന്നും അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്നും എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്? ഇറ്റ് ഈസ് ദ വേവ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം മൂവ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി ഡിസ്റ്റർബൻസ്. ഓക്കെ, അപ്പൊ സൗണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് സൗണ്ട്, അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, വേവിന്റെ ഫോമിലാണ് അത് മൂവ് ചെയ്യുന്നത്. ആ വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.